ചേട്ടാ നമസ്കാരം. നമസ്കാരം. നമുക്ക് ആദ്യം ഒരു പാട്ട് കേട്ടിട്ട് വരാം. ഒരു വിപ്ലവ ഗാനമാണ്. നിന്റെ നാട്ടിലാന വമ്പരേഴിനിന്നലെ ഉദിച്ച രക്തതാരമേ ഉദയരാഗപുഷ്പമേ ഉദിച്ച രക്തതാരമേ ഉദയരാഗപുഷ്പമേ ലാൽസലാം 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 സഖാക്കളേ ലാൽസലാം 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 സഖാക്കളേ ഹിന്ദുവല്ല ക്രിസ്ത്യനല്ല ഇസ്ലാമിൻ മക്കളല്ല ഇന്ത്യയെന്നൊരമ്മ പെറ്റ മക്കളല്ലോ നമ്മൾ ഇന്ത്യയെന്നൊരമ്മ പെറ്റ മക്കളല്ലോ നമ്മൾ ലാൽസലാം 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 സഖാക്കളേ ലാൽസലാം 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 സഖാക്കളേ. നൂറു പൂക്കളെ നൂറു നൂറു പൂക്കളെ. ഈ കവിതയൊക്കെ എഴുതാൻ ഈ സി പി എംകാരന്മാരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ വേറെ എനിക്ക് ഇവരുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളത്, എവിടെ ഒരു രക്തസാക്ഷി ഉണ്ടായാലും ആ രക്തസാക്ഷിയുടെ വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോകൾ ഉണ്ടല്ലോ. അയ്യോ, എവിടെ നിന്ന് കിട്ടുന്നെന്ന് എനിക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ല. വിവിധ ആംഗിളുകളിലുള്ള ഫോട്ടോസാ, നിൽക്കുന്നത്, ഇരിക്കുന്നത്, അതും DSLR മിറർലെസ് ഒക്കെ വെച്ചെടുത്ത ഫോട്ടോസ് ഉണ്ടല്ലോ. അതിഗംഭീരമായിട്ടുള്ള അവർക്ക് വേണ്ട രീതിയിലുള്ള ഫോട്ടോസ് അവർക്ക് ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ വിട്ടുപോകുന്നു. നമ്മുടെ CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അത് കഴിഞ്ഞ് നാഷണൽ കോൺഫറൻസ് വരാൻ പോകുന്നുണ്ട്. ആഹ് എനിക്ക് തോന്നുന്നു 60 വയസ്സ് കഴിഞ്ഞു CPM-ന്. എന്താ പറയുക, 70 വയസ്സ് കഴിഞ്ഞാൽ ഷഷ്ടി സപ്താഹമാണ്. 60 ഷഷ്ടി വയസ്സാകുമ്പോൾ ഷഷ്ടി പൂർത്തി ഷഷ്ടി ഷഷ്ടി പൂർത്തി. പൂർത്തി ഷഷ്ടി പൂർത്തി കഴിയാണ്. 60 വയസ്സായി. സാധാരണ നമ്മുടെ കേരളത്തിലുള്ള ഇപ്പൊ ജനങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത്, ലൈഫ് എക്സ്പെക്ടൻസി എന്നൊക്കെ പറയുന്നത് ഒരു 70 വയസ്സ് വരെയൊക്കെ പോകും എന്നാണ് പല ആൾക്കാരും പറയുന്നത്. ഷഷ്ടിപൂർത്തി അടുക്കുമ്പോ CPM-ന്റെ ചിത ഒരുങ്ങുകയാണോ എന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട് ആദ്യം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നാഷണൽ കോൺഫറൻസ് അടക്കം വരികയാണ്. അപ്പോൾ ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഒരു വിമർശനം CPM-ന്റെ ഉയർന്നിരിക്കുന്നത്, മൂന്നാമത് നിങ്ങൾക്ക് ഭരണം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ്. അങ്ങനെ തോന്നുന്നുണ്ടോ? CPM-ന് മൂന്നാമത് ഒരു ഭരണം വരുമോ? ഇപ്പം CPM-ന് മൂന്നാമത് ഭരണത്തിലേറിയിട്ട് നിങ്ങൾ തോറ്റ് പണ്ടാരെ ഉടങ്ങും എന്ന് KC വേണുഗോപാല് അങ്ങനെ ഒരു മാധ്യമം പറഞ്ഞിട്ടുണ്ട്. KC വേണുഗോപാൽ ആ മാധ്യമത്തിന് കൊണ്ട് കേസ് കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ത് ധൈര്യം ഇങ്ങനെ പറയാനുണ്ട്? അവർക്കതിനുള്ള സ്വാതന്ത്ര്യമില്ലേ? അങ്ങനെ കേസ് കൊടുത്ത് സീരിയസ് അങ്ങനെ കേസ് കൊടുത്തിരിക്കണം അയാൾ. എന്താ കേസിന്റെ ആധാരം എന്ന് നോക്കിക്കഴിഞ്ഞാൽ CPM ജയിക്കുമെന്ന് പറഞ്ഞു, UDF തോൽക്കുമെന്ന് പറഞ്ഞു. ഇതാണ് കേസിന്റെ ആധാരം എന്ന് പറയുന്നത്. CPM ഇപ്പോഴേ അതിന്റെ പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. മന്ത്രിമാരെയൊക്കെ അവർ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ്. സജി ചെറിയാന്റെ അടുത്ത് വായും വെച്ചുകൊണ്ട് ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനാവശ്യമായിട്ടുള്ളതൊന്നും കയറി പറയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ പ്രതിഭ MLA-യുടെ മകന്റെ കേസുമായി ബന്ധപ്പെട്ട് കുട്ടികളായ പുകവലിക്കും, 2 കഞ്ചാവൊക്കെ എടുക്കണം എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ കുന്തവും കുടച്ചക്രവും കേസ്, ഇതൊക്കെ ഭയങ്കരമായിട്ട് ഈ പാർട്ടിയെ പിടിച്ചു കുലുക്കിയ ഒരു സംഭവമാണ്. ഒന്നാമത്തെ കാര്യം. ബാലഗോപാലിന്റെ പ്രവർത്തനം കൊള്ളാം, നല്ലതാണ്. അത് നല്ലതാണെന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം, പിച്ച ചട്ടി എടുത്തിരിക്കുന്ന ഒരു ഖജനാവിനെ ഇങ്ങനെയെങ്കിലും നീ കൊണ്ടുപോകുന്നുണ്ടല്ലോ എന്ന് ഉദ്ദേശിച്ചാണോ എന്ന് അറിയില്ല. വേറെ പല ആൾക്കാരുടെ, സ്വരാജിന് വിമർശനമുണ്ട്. പല പല ആൾക്കാർക്ക് ശിവൻകുട്ടിക്ക് വിമർശനമുണ്ട്. അങ്ങനെ പല പല ആൾക്കാർക്ക് വിമർശനമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പിന്നെ മുകേഷിന് സീറ്റേ കൊടുത്തില്ല എന്നാണ് പറയുന്നത്. ഇരിക്കാനുള്ള സീറ്റ് പോലും കൊടുത്തില്ല എന്നുള്ളത്. മുകേഷിന്റെ സംഭവങ്ങൾ അതിനകത്തുണ്ട്. സംഭവങ്ങൾ അതിനകത്തുണ്ടെന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് അതിനകത്ത് അവർ പറയുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ മൂന്നാമത് തുടർഭരണമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് കിട്ടുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. അപ്പൊ ഞാനും ഒന്ന് വിലയിരുത്തിയപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് കിട്ടാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. കാരണം UDF ഇവിടെ ദുർബലമാണ് എന്നുള്ളതാണ്. എന്താണ് തോന്നുന്നത്, ഈ പാർട്ടി സമ്മേളനം നടക്കുമ്പോൾ, അടുത്ത നാഷണൽ കോൺഫറൻസ് വരാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് കേരളത്തിന്റെ പുതു പ്രതീക്ഷകൾ? ഇപ്പോ അവര് പറയുന്നത് കേരളത്തിനെ സിംഗപ്പൂരാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. എന്താ തോന്നുന്നത്? 1964 നവംബർ 7-ന് രൂപപ്പെട്ട ഒരു പാർട്ടിയാണ് CPIM എന്ന് പറയുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി രൂപപ്പെടുന്നു. അതെ. ഇന്നിപ്പോ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നു, 60 വയസ്സ് കഴിയുന്നു ഒരു പാർട്ടിയാണ്. പക്ഷെ ഇന്ന് BJP കഴിഞ്ഞാൽ ഇന്ത്യയില് അഡ്വാൻസ് ടെക്നോളജികൾ യൂസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി CPM ആണ്. അവരിപ്പം കേരളത്തിൽ മാത്രമേ ഭരണത്തിലുള്ളൂ. 6 പത്രം അവർ ഇന്ത്യയിൽ നടത്തുന്നുണ്ട്. ഗണശക്തി ഉൾപ്പെടെ അവര് 6 പത്രങ്ങൾ നടത്തുന്നുണ്ട്. അതില് തീക്കതറുണ്ട്, തമിഴ്നാട്ടിൽ നടത്തുന്ന പത്രം. ഗണശക്തി ബംഗാൾ നടത്തുന്ന പത്രത്തിന്റെ പേരാണ്. ത്രിപുരയിൽ അവർ പത്രം നടത്തുന്നു. ദേശീയ തലത്തിൽ നിന്നുള്ളവരുടെ പത്രം വരുന്നത്. സർവോപരി വലിയ സർക്കുലേഷനുമായിട്ട് വിശ്വാസജനകമായ വാർത്തകൾ നൽകി ദേശാഭിമാനി തിളങ്ങി നിൽക്കുന്നു. അങ്ങനെ 6 പത്രം, ഒരു ബ്രോഡ്കാസ്റ്റിംഗ് ചാനൽ, അസംഖ്യം യൂട്യൂബ് ചാനലുകളും ഓൺലൈനിലും, അങ്ങനെ സമസ്ത മേഖലയിലും പ്രചരണ വിഭാഗത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. കേരളത്തിൽ എനിക്ക് തോന്നുന്നത് BJP-യെക്കാളും കുറച്ചുകൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രചരണം മുൻപോട്ട് കൊണ്ടുപോകുന്ന പാർട്ടിയും CPM ആണ്.
3,000 കോടി അങ്ങനെ രൂപയുടെ സ്വത്തുണ്ട് പാർട്ടിക്ക്. പാർട്ടിക്ക് ഉള്ളത് 3000 കോടി രൂപയുടെ സ്വത്ത്, ഹോസ്പിറ്റല്, 5 സ്റ്റാർ ഫെസിലിറ്റികള്, ഉം, റിസോർട്ടുകൾ, അങ്ങനെ ഉം, പോകുന്നു അവരുടെ. അത് സമ്പന്നമായ ഒരു പാർട്ടി, എല്ലാവിധ ആധുനിക സംവിധാനവുമുള്ള ഒരു പാർട്ടി, പരിപ്പ് വടയിൽ നിന്ന് ചിക്കൻ ബിരിയാണിയിലേക്ക് എത്തിയ ഒരു പാർട്ടി. 1964 നവംബർ 7-ന് തുടങ്ങിയ ഒരു രാഷ്ട്രീയ പാർട്ടി അടിസ്ഥാന വർഗത്തിനും തൊഴിലാളികളുടെ പാർട്ടിയായിട്ട് തുടങ്ങിയതാണ്. ആദ്യകാലങ്ങളിലൊക്കെ ഉം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും വീട്ടിൽ ചെന്നാൽ ഏംഗൽസിന്റെയും മാർസിന്റെയും ലെനിന്റെയും ഒക്കെ ചിത്രങ്ങളായിരുന്നു അവിടെ ചുവരിലുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ആ സ്ഥാനത്തൊക്കെ ഉം, വിവേകാനന്ദൻ, ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരുവുമാണ്. ഒടുവിലായി വന്നത് ഉം. സഖാവ് കൃഷ്ണനും ഏറ്റവും ഒടുവിൽ ലേറ്റസ്റ്റ് വന്നത് സഖാവ് ശിവനുമായിരുന്നു. ശിവരാത്രിയുടെ അത് അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതെ. മധുരയിൽ ഇവരുടെ നാഷണൽ കോൺഫറൻസ് നടക്കുമ്പോൾ എന്റെ വലിയ ഒരു സംശയം സഖാവ് മുരുകൻ ഉടൻ പിറക്കുമോ എന്നുള്ളതാണ്. കാരണം ഉം. പഴനിയിലാണല്ലോ, തമിഴ്നാട്ടിലാണല്ലോ മധുര. അപ്പൊ സ്വാഭാവികമായിട്ട് തമിഴ്നാടിന്റെ ദൈവം എന്ന് പറയുന്നത് മുരുക ഭഗവാനാണ്. അപ്പൊ അദ്ദേഹത്തിന് സഖാവ് മുരുകൻ അതെ വരും. അതെ. അപ്പൊ ഇവരെല്ലാത്തിന്റെയും കൂടെ സഖാവ് ഇടുകയാണ്. അതിനിടയിൽ ഒരു വലിയ ഉം, സൈദ്ധാന്തികമായ കണ്ടുപിടുത്തവും സഖാക്കൾ നടത്തുകയുണ്ടായി. ഈ സഖാവ് എന്ന വാക്ക് വന്നത് ഉം, പുരാണങ്ങളിൽ നിന്നാണെന്നാണ് ഈ സഖാക്കള് പറഞ്ഞത്. സംഭവം എല്ലാവർക്കും ഒരു വിശ്വാസവുമായി. അല്ലാതെ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങളുടെ പാർട്ടി രൂപീകരിക്കുന്നത്, അതായത് പണ്ട് പുരാതന കാലം മുതലേ തന്നെ രാമായണമൊക്കെ ഉം, ഉണ്ടായിരുന്ന കാലത്ത് തന്നെ CPM-ന്റെ ആശയം പേറുന്നവരുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ആ സമയങ്ങളിലൊക്കെ നമ്മുടെ ഈ രാമായണം ഈ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ ഡബ് ചെയ്ത് വിടുന്ന ഒരു പരിപാടിയുണ്ട്. നമ്മുടെ ഇംഗ്ലീഷ് സിനിമകളൊക്കെ ഡബ് ചെയ്ത് വിടുന്നുണ്ടെങ്കിൽ രാമായണം ഡബ് ചെയ്ത് വിടും. അപ്പൊ അത് ആ രാമായണത്തിൽ ഉടനീളം ഹനുമാൻ സ്വാമി, ഹനുമാൻ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയൊക്കെ സഖാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സഖാവ് ബാലി അങ്ങനെ ചെയ്യൂ എന്നാണ് പറയുന്നത്. എല്ലാവരും അദ്ദേഹം സഖാവ് എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. സുഹൃത്തെന്നുള്ള നിലയിലാണ് സഖാവ് എന്നുള്ളത്. അപ്പൊ സഖാവ് ഒരു സംസ്കൃതം വാക്കാണെന്നും അത് ലോകത്താദ്യമായി ഉപയോഗിച്ചത് ഹനുമാൻ ആണെന്നുമാണ് CPM-കാരൻ ഒരു വലിയ വിഭാഗത്തിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതും അവർ കരുതുന്നത്. ഏതായാലും നല്ല കാര്യങ്ങൾ തന്നെയാണ്, മോശമല്ല എന്നുള്ളത്. മാർസിന്റെയും ലെനിന്റെയും കാർൽ മാർക്സിന്റെയും ഒക്കെ കാലത്തിൽ നിന്നും അവർ മാറിയ ഉം. പുതിയ ആധ്യാത്മിക തലങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയത് വളരെ നല്ല കാര്യമാണ്. ആദ്യം അവർ കവർന്നത് സ്വാഗതാർഹമാണ്. വിവേകാനന്ദനെയാണ്. സ്വാഗതാർഹമായ കാര്യം. വിവേകാനന്ദനെ അവര് അടിച്ചു മാറ്റിയതിനു ശേഷം ചെയ്തത് വിവേകാനന്ദന്റെ കാവി തലക്കെട്ടും ഉടുപ്പും മാറ്റിക്കൊണ്ട് അത് റെഡ് കളറാക്കി ഇവർ മാറ്റി. ഇത് കണ്ടിട്ടുണ്ടോ? CPM-ന്റെ ഓ. എല്ലാ പോസ്റ്ററുകളും ചുവപ്പ് പിന്നെ വിവേകാനന്ദ സ്വാമികൾ ധരിക്കുന്ന ഡ്രസ്സും തലക്കെട്ടിനും ചുവപ്പാണ്. അതിനെ സഖാവാക്കി ഉം, മാറ്റുകയുണ്ടായി. പിന്നീട് ഉം, കൃഷ്ണനെ കൊണ്ടുവരികയുണ്ടായി. ഈ കൃഷ്ണ ജയന്തി ആഘോഷിച്ചുകൊണ്ട് കൃഷ്ണനിലേക്കും കടന്നു കയറി. കാവിക്കൊടിക്കൊപ്പം ഉം, ഉം, ഉം. കാവി ഈ ആ ഒരു പതാകയുടെ മോഡലിൽ തന്നെ ചെങ്കൊടിയിൽ തയ്പ്പിച്ചുകൊണ്ടാണ് അതിന് വന്നത്. അങ്ങനെയൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ശിവനെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഉം. ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് മുരുകനായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം അതെ. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ആ വാർത്തയില് തിരുവനന്തപുരത്തുള്ള ഏതോ ഒരു ലോക്കൽ കമ്മിറ്റി പരസ്യമായിരുന്നു. അതായത് മധുരയ്ക്ക് പാർട്ടി സമ്മേളനത്തിന് പോകുന്നവർക്ക് ഒരു ഓഫർ വെച്ചിരിക്കുകയാണ്. നിങ്ങൾ 2000 രൂപ എന്തോ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ ക്ഷേത്രങ്ങൾ, തമിഴ്നാട്ടിലുള്ള കുറെ ക്ഷേത്രങ്ങളിൽ പോകാൻ കഴിയും. അതൊക്കെ കണ്ട് തൊഴുതതിന് ഛേ. ശേഷം നമുക്ക് നാഷണൽ കോൺഫറൻസ് നടക്കുന്നിടത്ത് പോകാം. അത് വലിയ വാർത്തയായിരുന്നു, വലിയ വാർത്തയായിരുന്നു ഉം, തിരുവനന്തപുരത്ത്. അപ്പൊ ആ നിലയിലേക്ക് അവർ മാറി. ഇത് പണ്ടാരോ പറഞ്ഞ കണക്ക് ഉം, ഉം, ചുവപ്പ് മങ്ങിയാൽ കാവിയായി മാറും എന്ന് പറയുന്നത് ഒരു അക്ഷരം ശരിയായി. ഉം. എന്താണ് ഇന്ത്യയിലെ CPM-ന് സംഭവിച്ചത് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ ഒരു കാലത്ത് ശക്തമായ പ്രതിപക്ഷമായിരുന്നു CPM. AKG ഒക്കെ വലിയ ശക്തമായി തന്നെ ഇന്ത്യൻ പാർലമെന്റിനെ പിടിച്ചുലച്ചിട്ടുള്ള വലിയ നേതാക്കൾ തന്നെയാണ്. EMS വരെയൊക്കെ വലിയ രീതിയിൽ പോയിക്കൊണ്ട്. ഉം, ഉം. പക്ഷേ എല്ലായിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അപജയം എങ്ങനെയാണ്? എല്ലായിടത്തും ഒരേ റീസണിലാണ് ഇവർ തകർന്നിരിക്കുന്നത്. ലോകത്ത് എവിടെയൊക്കെ കമ്മ്യൂണിസ്റ്റ് ഉം, പാർട്ടി ഉം. തകർന്നിട്ടുണ്ടോ അവിടെ എല്ലാം നോക്കൂ, അവിടെയും കേരളത്തിലും ത്രിപുരയിലും ബംഗാളിലും ഒരൊറ്റ റീസണേ ഉള്ളൂ. എന്താണ് ആ റീസൺ? ഈ കയ്യിട്ട് വാരുക, പിടിച്ചുപറി, ഗുണ്ടായിസം, ഒടുവിൽ ഉം. നാട്ടുകാർ തല്ലിക്കൊല്ലുക, പറഞ്ഞു വിടുക. ഇത് തന്നെയാണ് എല്ലായിടത്തും നടന്നിരിക്കുന്നത്. റഷ്യയില് 5-6 വർഷം മുമ്പ് ലെനിന്റെ പ്രതിമ തന്നെ അവർ തകർത്തിട്ട് ഓടയിലൂടെ ഒഴുക്കി വിടുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതായത് ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഇവർ ഈ അധികാരത്തിന് പുറകിന് പോവുകയും അധികാരം തലയ്ക്ക് പിടിക്കുകയും ഉം. ചെയ്ത് അവരുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് മാറിയതാണ് CPM ഇന്ത്യയിൽ നാമാവശേഷമുണ്ടായ കാരണം. ഞാൻ ഈ ഉത്തർപ്രദേശിലൊക്കെ പോയിട്ട് ഈ ഉം. CPM-ന്റെ ഓഫീസ് കണ്ടിട്ടുണ്ട്. അതായത് ലക്നൌവില് നമ്മുടെ അവിടുത്തെ നിയമസഭാ മന്ദിരത്തിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന കണ്ണായ പ്രദേശത്താണ് അവരുടെ. ഞാൻ നമ്മുടെ ന്യൂസിന്റെ വാർത്തയും ചെയ്തു ആ സ്ഥലമൊക്കെ വെച്ചിട്ട്. അവിടെ വലിയ സ്ഥലവുമായിട്ട് അവർക്ക് ഓഫീസുണ്ട്. കോടികള വിലയാണ് ആ ഉം. സ്ഥലത്ത്. BJPക്ക് പോലും അതിന്റെ പരിസരത്ത് ഓഫീസ് ഇല്ല എന്നുള്ളതാണ് ഒരു രസകരമായ കാര്യം. CPM-ന് അവിടെ ഓഫീസുണ്ട്. അപ്പം CPM വാരണാസിയിൽ ഇടതുപക്ഷമായിരുന്നില്ല ജയിച്ചുകൊണ്ടിരുന്നത് 1964 വരെ.
പഞ്ചാബിൽ ഇടതുപക്ഷം സുജിത് സിംഗ് കാലത്ത് വളരെ ശക്തമായി തന്നെ പോയി. അപ്പൊ ഇവരെല്ലായിടത്തും ഉണ്ടായിരുന്നു. യു പിയിലുണ്ടായിരുന്നു, ബീഹാർ ഉണ്ടായിരുന്നു, ഈ മധ്യപ്രദേശ് ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഉണ്ടായിരുന്നു. എന്തിനേറെ പറയുന്നത് ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശിൽ വരെ ഉണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. അവര് ചെറിയ പാർട്ടി ആയിരുന്നു. അവർക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉണ്ടായിരുന്നു, അവർക്ക് സ്ത്രീകളുടെ വനിതകളുടെ പ്രസ്ഥാനം ഉണ്ടായിരുന്നു, യുവജന പ്രസ്ഥാനം. എന്തുകൊണ്ട് ഇവർ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഒരു കേഡർ പാർട്ടിയാണ്. ആ കേഡർ പാർട്ടിക്ക് ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ നിന്ന് അവർ പോയി. ഇന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിൽ 2 കേഡർ പാർട്ടികളാണ്, ഒന്ന് BJP, ഒന്ന് CPM ആണ്. ആ കേഡർ പാർട്ടികൾക്ക് എപ്പോഴും അവരുടെ നേതൃത്വ നിരക്ക് ഒരു ലെയർ ഉണ്ടാകും. ഇന്നിപ്പോ BJPയുടെ ലെയർ, നേതാക്കളുടെ ലെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 7 ലെയറെങ്കിലും നമുക്ക് പറയാൻ കഴിയും. ഈ LK അദ്വാനി, മുരളി മനോഹർ ജോഷി, അതിന് തൊട്ട് താഴെ വരുന്ന രാജ്നാഥ് സിംഗ് അടക്കമുള്ളവർ, പിന്നെ മോദി അടക്കമുള്ളവർ, അമിത്ഷാ അടക്കമുള്ളവർ, ഈ താഴോട്ട് തേജസ്വി സൂര്യ വരെ നമുക്കൊരു ലെയർ ആയിട്ട് പോകും. മുമ്പ് CPM-ലും അങ്ങനെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്ന് കേരളത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പല ലെയറുകളും കാണാൻ കഴിയുന്നില്ല. പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ നേതാവിലേക്ക് അത് കേന്ദ്രീകരിക്കപ്പെട്ടു. ഇന്ന് പിണറായി വിജയൻ എന്ന് പറയുന്ന ആ ഒരു ലെയർ കഴിഞ്ഞാൽ അതിന് താഴെ വേറൊരു ലെയർ ഇല്ല. അതായത് അവരുടെ വനിതാ സംഘടനകൾക്ക് എടുത്തു കാണിക്കാൻ ഒരു നേതാവില്ലെന്ന്. DYFI ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. കാരണം DYFI ഒക്കെ ഒരു കാലത്ത് യുവാക്കളുടെ ഹരമായിരുന്ന ഒരു യുവജന പ്രസ്ഥാനമാണ്. ഇത് ഇന്ന് നിലവിലുണ്ടോ എന്ന് പോലും അറിയില്ല. മുൻപ് SFIയുടെ നമുക്ക് ഒരു 4 5 ലീഡർമാരെ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായെങ്കിലും ഇന്ന് നമുക്ക് SFIയുടെ ഒരു ആർഷോ എന്നൊരു ഒരാളെ മാത്രമാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഈ ഒരു നിലയിലേക്ക് പോയി. അവരുടെ ലെയറുകളെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ ലെയറുകളെല്ലാം തന്നെ അവർക്ക് നഷ്ടപ്പെടുകയും അത് അവർ പോയി. അത് മാത്രവുമല്ല, ഈ തൊഴിലാളി വർഗത്തിന്റെ നേതാക്കന്മാരെല്ലാം മുതലാളിമാരായി മാറുന്നു എന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. ഇത് നമ്മൾ ബംഗാളിൽ കണ്ടിട്ടുണ്ട്, ത്രിപുരയിൽ കണ്ടിട്ടുണ്ട്, സമാനമായി ഇപ്പൊ നമ്മളത് കേരളത്തിലും കാണുന്നു. അങ്ങനെ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായി തന്നെ പാർട്ടിയുടെ കെട്ടുറപ്പ് നശിച്ചു. അവരെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന അടിസ്ഥാന വർഗം അവരിൽ നിന്ന് അകന്നു തുടങ്ങി. അവരുടെ ആ പാർട്ടി രേഖയിൽ തന്നെ പറയുന്നുണ്ട്, ദളിതരും പിന്നോക്കക്കാരും ഒക്കെ നമ്മളിൽ നിന്ന് അകന്നു. അവരെ RSSകാർ വളരെ സമർത്ഥമായി തന്നെ മതവും ജാതിയും ഒക്കെ പറഞ്ഞ് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്ന് അവരുടെ ഈ റിപ്പോർട്ടിൽ തന്നെ വ്യക്തമായി തന്നെ അവർ പറയുന്നുണ്ട്. ഒരു CPM-നെ കണക്ക് ഒരു പാർട്ടി പറ്റിയത് കാലാകാലങ്ങളിൽ അവരുടെ നിലപാടുകളും മറ്റും മാറ്റാതെ പോയതാണ് അവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ പരാജയം. കാരണം കാലത്തെ മുൻകൂട്ടി കാണാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവരുടെ കമ്പ്യൂട്ടറിനെതിരായുള്ള സമരം, എയർപോർട്ടിനെതിരായുള്ള സമരം, അതുപോലെ ഈ രാജ്യത്ത് നടന്ന വികസന പ്രവർത്തനങ്ങൾക്കെല്ലാം തടസ്സം നിന്നിരുന്നത് ഇടതുപക്ഷ പാർട്ടികൾ. ഇന്ത്യയിൽ 18ഓളം ഇടതുപക്ഷ പാർട്ടികളുണ്ട്. അതിലെ കരുത്തൻ CPM ആണ്. അവർ ഉൾപ്പെടെ എതിർത്ത് നിന്നതാണ്. അതായത് കാലം മാറുമെന്നും ഇപ്പോഴുള്ള സ്ഥിതി ആയിരിക്കില്ല പിന്നെ എന്നും തിരിച്ചറിയാനുള്ള വിവേകം അവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനൊരു നമ്മുടെ നാട്ടിൽ തമാശക്ക് ആളുകൾ പറയും, CPM എന്താണോ എതിർക്കുന്നത് അതൊരു നല്ല കാര്യമായിരിക്കും എന്ന് പറയുന്ന ഒരു ചൊല്ല് പോലും ഉണ്ടായത് അങ്ങനെയാണ്. അപ്പം അവരെന്തിനെ എതിർത്തോ അത് നല്ല കാര്യം തന്നെ ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അങ്ങനെ അവർക്ക് കാലത്തിന്റെ ചുവരെഴുത്ത് മനസ്സിലാകാൻ പറ്റിയില്ല എന്നുള്ളതാണ് ആ പാർട്ടിയുടെ ഒന്നാമത്തെ പരാജയം. രണ്ടാമത്തെ പരാജയം എന്ന് പറയുന്നത് ഈ അധികാരം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞപ്പോൾ അവർ അടിസ്ഥാനപരമായ അവരുടെ ആശയത്തിൽ നിന്നും അകന്നുപോയി. പിന്നെ അവരിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിൽ വലിയ വ്യത്യാസമൊന്നും നിലവിലില്ല. സഖാവെന്ന് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ അതിലൊരു വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നു. കാരണം അധികാരത്തിൽ ഇവരും അഴിമതികൾ കാണിക്കാൻ തുടങ്ങും, ഇവരും സ്വജനപക്ഷപാതം കാണിക്കാൻ തുടങ്ങും, ഇവരുടേതായ ഒരു റൂളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല. ഇതിലും എത്രയോ ഭേദമാണ് ആം ആദ്മി പാർട്ടി എന്ന് ചിന്തിക്കേണ്ടി വരും. കുറഞ്ഞ വർഷം കേജ്രിവാള് ഒരു 10 കൊല്ലം കക്കാനും മോട്ടിക്കാനും ഒന്നും പോയിരുന്നില്ല. അവസാനത്തെ 5 കൊല്ലമാണ് തൂപ്പ് വരെ വെട്ടിയിറക്കിയത്, അത് വേറെ കാര്യം. പക്ഷെ അധികാരം തലക്ക് പിടിച്ചിട്ട് ഇവിടെയാണ് BJP ജനം നെഞ്ചേറ്റതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അവർ തുടർച്ചയായി 15 വർഷം ഭരിക്കുമ്പോഴും അഴിമതി എങ്ങും ചൂണ്ടിക്കാണിക്കാനില്ല, മറ്റു കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനില്ല. അവർ ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് പോലും അഴിമതി കാണിക്കാനില്ല. കാരണം ഗുജറാത്തിൽ അവർ ഇപ്പൊ എത്രയോ വർഷം 2002 മുതൽ തുടർച്ചയായി അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പോലും ഒരു മുട്ടുസൂചിയുടെ അഴിമതി പോലും നമ്മൾ കേൾക്കുന്നില്ല. നേരെ മറിച്ച് കേരളത്തിലടക്കം CPM ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ അഴിമതിയുടെ കഥകൾ ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ CPM അധികാരത്തിൽ വരുമോ? അതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതിന് കാരണം CPM-ന്റെ ഗുണം കൊണ്ടല്ല, പകരം പ്രതിപക്ഷം ശക്തരല്ലാത്തത് കൊണ്ടും പ്രതിപക്ഷത്തിനോട് ജനത്തിന് വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ടുമാണ്. ഇവിടെ ശ്രദ്ധേയപരമായ ഒരു കാര്യം അവർ ചൂടുവെപ്പ് നടത്തിയിട്ടുണ്ട്. പിണറായി വിജയന് പ്രായത്തിൽ ഇളവ് നൽകിയിട്ടുണ്ട്. അതിന് കാരണം CPM അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. കാരണം പിണറായി അല്ലാതെ വേറൊരു നേതാവിനെ CPM ഉയർത്തി കാണിക്കാനില്ല. നാളെ പിണറായി വിജയൻ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയാൽ പിന്നെ CPM-ന്റെ ഗതി അധോഗതിയാണ്. അതായത് വളരെ തകർന്നു പോകും. കാരണം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരുപിടി നേതാക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവർക്ക് ആകെ ഒരു പിണറായിയേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രായത്തിൽ ഇളവ് നൽകിക്കൊണ്ട് പിണറായിയെ വീണ്ടും കളത്തിലിറക്കുന്ന ഒരു സാഹചര്യം അവർക്ക് വന്നിരുന്നത്. പിണറായിക്ക് ശേഷം ആരെയും ഒരു ചോദ്യത്തിന് ഉത്തരമില്ല. നേരെ മറിച്ച് BJP-യുടെ നോക്കൂ,
മോദി പോയാൽ ആരെയെന്ന് ചോദിച്ചാൽ ഒരു ഡസൻ നേതാക്കളുടെ പേര് നമുക്ക് പറയാൻ കഴിയും. കോൺഗ്രസിനും സമാനമായ രീതിയിൽ അതെ തന്നെയാണ്. അതെ കേരളത്തിൽ കോൺഗ്രസിന് ആരാകും മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരു 5 or 6 പേരുടെ പേര് നമുക്ക് പറയാൻ കഴിയും. CPM-ന്റെ മുഖ്യമന്ത്രി ആരെയാ കേരളത്തിൽ നിന്ന് ചോദിച്ചാൽ നിലവിൽ നമുക്ക് ഉത്തരവില്ല. ആകെയുള്ളത് നമുക്ക് പിണറായി വിജയൻ മാത്രമേ ഉള്ളൂ. അപ്പൊ പിണറായി വിജയൻ നേതൃത്വത്തിൽ വീണ്ടും പോവുകയാണ് എന്നുണ്ടെങ്കിൽ ജനം വോട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ. കാരണം തമ്മിൽ ഭേദം തൊമ്മൻ, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഡെക്കറേഷൻ ഒന്നുമില്ല. ഇവര് തന്നെ ഭരിച്ചു, ഇവര് തന്നെ ഇതൊക്കെ ചെയ്തു, ഇനി പ്രത്യേകിച്ച് മോട്ടിക്കാനും കക്കാനും നശിപ്പിക്കാനും ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഇവര് തന്നെ തുടരട്ടെ എന്ന് ചിന്തിക്കാറുണ്ട്. ഈ പശ്ചിമ ബംഗാളിൽ 34 വർഷം ഭരിച്ചില്ല തുടർച്ചയായിട്ട്, 25 വർഷം ത്രിപുര ഭരിച്ചില്ല തുടർച്ചയായിട്ട്. ഇന്ന് അവിടത്തേക്ക് അവസ്ഥ എന്താണ്? വളരെ ദയനീയമാണ്. അവിടുത്തെ പല ബ്രാഞ്ച് കമ്മിറ്റി ആയാലും ഏരിയ കമ്മിറ്റി ആയാലും അതിന്റെയൊക്കെ ഓഫീസുകളൊക്കെ ഇന്ന് BJP ഓഫീസുകളായിട്ട് മാറി. പക്ഷെ തൊഴിലാണ് ത്രിപുരയാണ് അല്പമെങ്കിലും പിടിച്ച്, പക്ഷേ ഇന്നിപ്പോ കുറച്ചെങ്കിലും പിടിച്ചു നിൽക്കുന്ന സ്ഥലം ത്രിപുരയാണ്. അവിടെ ഇപ്രാവശ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് കുറച്ച് MLA-മാരെ ജയിപ്പിക്കാൻ കഴിഞ്ഞു. അതായത് ഗുണ്ടായിസം ഒന്ന്, രണ്ടാമത്തേത് ധാർഷ്ട്യം, മൂന്നാമത്തേത് ജനങ്ങളോടുള്ള ഒരു പെരുമാറ്റത്തിന്റെ രീതി, പിന്നെ അതിനേക്കാളൊക്കെ സർവോപരി അഴിമതിയാണ്. CPM-നെ കണക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി ജനം തെരഞ്ഞെടുത്ത് വിടുന്നത് അഴിമതിക്കെതിരെ പോരാടാനും ജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ അവർക്ക് സുരക്ഷയില്ലാതായിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഏതായാലും മയക്കുമരുന്ന് കേസിലൊന്നും നമുക്ക് പിണറായി വിജയനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് ഓരോരോ വീട്ടിലും ഓരോ രക്ഷകർത്താവ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ നാട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതൊന്നുമല്ല, അല്ലാതെ തന്നെ ക്രമസമാധാന നിലകൾ തകർന്നു തുടങ്ങുന്നു, വലിയ വലിയ അഴിമതികളും വെട്ടിപ്പും നടക്കുന്നു, ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു. ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ പോലും മറ്റുള്ളിടത്ത് ഇതേപോലെ എടുത്തു കാണിക്കാൻ ഒരു നേതാവില്ലാത്തതും കുഴപ്പമില്ല ഇവന്മാരെന്നെ പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഉള്ളത് കൊണ്ടും CPM മൂന്നാമത് വീണ്ടും വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതിയിൽ അവർ എത്രത്തോളം ഫൈറ്റ് ചെയ്ത് മുമ്പോട്ട് വരുമെന്നറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നുന്നത് കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് CPM-ന്റെ ഒരു B ടീമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഈ സർക്കാർ എപ്പോഴൊക്കെ പ്രതിസന്ധി ഘട്ടത്തിലാകുന്നുണ്ടോ അപ്പോഴൊക്കെ കോൺഗ്രസ് പറയുന്നത് BJP ആണ് CPM-ന്റെ B ടീം. അല്ല, BJPക്ക് മെമ്പർമാരില്ലല്ലോ, MLA-മാരില്ലല്ലോ. കാരണം ഈ നോക്കിക്ക് ഇവര് തമ്മില് വലിയ വലിയ പ്രശ്നങ്ങൾ ഈ സംസ്ഥാനത്ത് ഉണ്ടാകുമ്പോൾ രണ്ടു കൂട്ടരും കൂടെ ചേർന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ പ്രമേയം പാസ്സാക്കുകയാണ് പ്രധാന പരിപാടി. അതായത് പിണറായി വിജയനൊക്കെ എപ്പോഴൊക്കെ വെട്ടിലാകുന്നുണ്ടോ അപ്പോഴൊക്കെ സഹായിക്കാനായി എത്തുന്നത് കൂടുതലും കോൺഗ്രസ്സുകാരാണ്. CPM-കാര് പോലും അല്പം മാറിയാ നിൽക്കുന്നത്. അതായത് എന്തോ പിണറായി വിജയനെ പേടിച്ചിട്ടാണോ അതോ എന്തോ ഒരു അടിമ മനോഭാവത്തിൽ, അതിൽ പ്രതിപക്ഷത്തിന്റെ യാതൊരു റോളിലേക്കും കോൺഗ്രസ് കേരളത്തിൽ ഇല്ല എന്നുള്ളതാണ്. എത്രയോ വിഷയങ്ങളുണ്ടായി, എത്രയോ അഴിമതികൾ വന്നു. ആ ഒരു പഴയ കാലമൊക്കെ അങ്ങ് പോയി അല്ലേ ബിജേഷ്? അതായത് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവറാണ്, അതായത് കോൺഗ്രസ് മാറിയാൽ CPM വരും, CPM മാറിയാൽ കോൺഗ്രസ് വരും. കേന്ദ്രത്തിൽ എന്ന് നരേന്ദ്രമോദി വന്നു അന്ന് കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചറെ അങ്ങ് മാറിപ്പോയി. ഇപ്പം 3-4 ടേം ഒരു പാർട്ടിക്ക് ഭരിക്കാവുന്ന രീതിയിലായി. ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് യഥാർത്ഥത്തിൽ ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം. ഈ ന്യൂനപക്ഷ വോട്ടുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യത്തെ 2 ടേം യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ എന്താണ്, കോൺഗ്രസ് ജയിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കോൺഗ്രസ് ഭാവിയിൽ BJP ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞ് CPM കോൺഗ്രസിനെ പ്രതിരോധിച്ചു. അത് ജനങ്ങൾ ഏറ്റെടുത്തു. അത് ജനങ്ങൾക്ക് BJP വിരുദ്ധത ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ 3ാമത്തെ ടേമിലോട്ട് അടുക്കുമ്പോൾ ആ ഒരു BJP വിരുദ്ധത കുറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തവണ കുറച്ച് സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട് BJP എന്ന് പല ആൾക്കാരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ ജയം ഒരു വലിയ ഘടകമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ CPM ഭരിക്കുമ്പോഴും അവർ ഉയർത്തിക്കാട്ടുന്ന വികസനങ്ങളെല്ലാം കേന്ദ്രത്തിന്റെ വികസനങ്ങളാണ്. ഇപ്പൊ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വികസനം പറയുമ്പോൾ ആദ്യം പറയുന്ന ദേശീയപാതയുടെ വികസനമാണ്. ഈ പാർട്ടി സമ്മേളനത്തിൽ പോലും വികസനം പറഞ്ഞപ്പോൾ ദേശീയപാതയുടെ വികസനമാണ് പറയുന്നത്. 2-3 ദിവസം മുമ്പ് നമ്മുടെ PK ശ്രീമതി ടീച്ചറിന്റെ ഒരു പോസ്റ്റ് കണ്ടു. അതായത് അവർ ട്രെയിനിൽ പൊക്കോണ്ടിരുന്നപ്പോ ട്രെയിനിൽ കൊടി കാണിക്കാൻ നിൽക്കുന്നത് സ്ത്രീയാണ്, ട്രെയിനിൽ മറ്റേ ഈ ഇതുണ്ടല്ലോ ഇതിങ്ങനെ താഴ്ത്താൻ നിൽക്കുന്നത് സ്ത്രീയാണ്, ട്രെയിനിൽ TTR ആയിട്ട് വരുന്നത് സ്ത്രീയാണ്. കേരളം എന്ത് മാറ്റമാണ് ഈ മാറിയിരിക്കുന്നത് എന്നാണ് PK ശ്രീമതി ടീച്ചറോട് ചോദിക്കുന്നത്. പക്ഷെ താഴത്തെറിയോട് തെറിയാണ്, അത് വേറെ കാര്യം. റെയിൽവേ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് ഇവര് സത്യം ഞാനൊരു നിഷ്പക്ഷൻ അല്ലെങ്കിൽ ഞാനൊരു സാധാരണ ഒരു കേരളീയൻ എന്ന നിലയിൽ ചിന്തിക്കുമ്പോഴുണ്ടല്ലോ, ചേട്ടൻ തന്നെ പറയാം, നമ്മളിപ്പോ ഇവിടെ ആലപ്പുഴയിലായിരുന്നതിന്റെയും നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന എന്താണ്, എന്നും കൊണ്ടുപിടിച്ച പണികൾ നടക്കുകയാണ്. ദേശീയപാതയിലൊക്കെ എന്നും പൊടിയും ബഹളവും പണിയും വലിയ ഇതാണ്. അത്യാവശ്യം കേന്ദ്രത്തിന്റെ ഫണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഇവിടെ കേരളം എത്ര കുറ്റം പറഞ്ഞാലും ജീവിത സാഹചര്യമൊക്കെ മെച്ചപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോലും കേന്ദ്രത്തിന്റെ വരുമ്പോൾ പിണറായി അടിച്ചു മാറ്റി അത് കൊടുക്കുന്നുണ്ട്. ലൈഫ് മിഷൻ പദ്ധതി കേന്ദ്രത്തിന്റെ ഉണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ പലത് സുഗമമായിട്ട് പോകുന്നു. ഇപ്പൊ ആശാ വർക്കർമാരുടെ കാര്യമായിരുന്നാൽ തന്നെയും
രൂപ കേന്ദ്രമാണ് അവർക്ക് കൊടുക്കുന്നത്. 700 രൂപ. അതിന് ഇത്ര ഫണ്ട് കേന്ദ്രത്തിന്റെ ഇവിടെ വന്നിട്ടുണ്ട്. അത് വകമാറ്റിയത് കൊണ്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം അവിടെ നടക്കുന്നു. അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കും. അപ്പം ജനങ്ങൾക്ക് എന്ന് പറയുന്നത് ഇവരെ കൊണ്ടുള്ള ഇവരുടെ ആശയപരമായിട്ട് ഇവരുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതായത് ഈ ലഹരി, പിന്നെ ഈ ലൈംഗികത കുറിച്ചുള്ള ഇവരുടെ കാഴ്ചപ്പാട്, പിന്നെ ഈ കുടുംബത്തിൽ കയറി സാധാരണ ഈ പെൺപിള്ളാരൊക്കെ ചട്ടം പഠിപ്പിക്കലുണ്ടല്ലോ, നിങ്ങൾ മറ്റേ കെട്ടുപൊട്ടിച്ച് പുറത്ത് വരണം, രാത്രി ഇറങ്ങുന്ന, അങ്ങനെയുള്ള ആശയപരമായിട്ടുള്ള ഒരു വിഷയം മാത്രമേ, ആ ഒരു ശല്യം മാത്രമേ അവന്മാരെ കൊണ്ടുള്ളൂ. ബാക്കി വികസനത്തിന്റെ കാര്യത്തിലായിരുന്നാലും തട്ടിയും മുട്ടിയൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം പിണറായി സർക്കാർ വന്ന ശേഷമാണല്ലോ കേരളത്തിൽ പല വികസന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം വന്നു, അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ വന്നുകൊണ്ട് ദേശീയപാതകളൊക്കെ ആണെങ്കിൽ കൊണ്ടുപിടിച്ച് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന്റെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ തന്നെ മാറുന്നു. കേന്ദ്രത്തിന്റെ വലിയൊരു ബാക്കപ്പ് പിണറായി വിജയൻ അതിലുണ്ട്. അപ്പൊ ഇനി UDF വേണോ? UDF വേണ്ട. ഇനി അവര് വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാ ഇവിടെ എന്നുള്ളൊരു തോട്ട് ജനങ്ങൾക്കുള്ളിൽ, എന്തായാലും എന്റെ ഉള്ളിലുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം ഈ UDF വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യാനാ അവന്മാര്? അവർക്ക് നല്ലൊരു നേതൃത്വം ഇല്ല, ശക്തമായിട്ടുള്ള നേതൃത്വം ഇല്ല, എന്നും അടിയും പിടിയും ബഹളമായിരിക്കും. പോരാത്ത കഴിഞ്ഞാൽ അഴിമതിയുടെ അങ്ങേ അറ്റമായിരിക്കും. ഇവര് കക്കുന്നുണ്ടെങ്കിലും പുറത്തറിയുന്നില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. പുറത്തറിഞ്ഞു കഴിഞ്ഞാലും കേന്ദ്രം അത് ഡീലാക്കി കൊടുക്കും എന്നുള്ളത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ്. ഇപ്പം വീണ വിജയന്റെ കേസൊക്കെ നമുക്കറിയാമല്ലോ. വീണ വിജയന്റെ കേസൊക്കെ ഇപ്പോ UDF പ്രധാനമായിട്ടും ആരോപിക്കുന്നത് കേന്ദ്രത്തിന്റെ വലിയ ബാക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഈ അഴിമതികളെല്ലാം പലതും കേന്ദ്രമാണ് പിണറായി വിജയന് ഡീലാക്കി കൊടുക്കുന്നത്. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമെന്ന് കണ്ടാൽ ഉടനെ തന്നെ പിണറായി വിജയൻ ഓടി നിതിൻ ഗഡ്കരിയെ പോയി കാണും, പിണറായി വിജയൻ തിരിച്ചു വന്നിരിക്കും. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മാറി എന്നല്ലേ തോന്നുന്നത്. ഇത് എന്റെ അഭിപ്രായമാണ് കേട്ടോ, വ്യക്തിപരമായിട്ടുള്ള എന്റെ ഒരു അല്ല, അഭിപ്രായം. ധനുഷ് പറഞ്ഞത് ഇതൊരു വലിയ പോയിന്റ് തന്നെയാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരാണ്. കാരണം അതെ. CPM ഇപ്പൊ പഴയ പോലെ BJP വിരോധമൊന്നുമില്ല. പിന്നെ അവര് സ്വാഭാവിക സമ്മേളനങ്ങളൊക്കെ BJPക്കെതിരെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പുറമെ അവർ പറയുന്ന കാര്യമാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അവരുടെ ആന്തരികമായി തന്നെ അവർക്ക് ശത്രുത BJP ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഇല്ല. സഖാവേദ സംഗീതം തിരിച്ചറിയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കേരളത്തിൽ ഇപ്പൊ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇപ്പൊ ജനം തന്നെ ചിന്തിക്കും, ഇവിടെ ഇപ്പൊ കേരളത്തിലെ പിണറായിയും മോദിയും അടക്കം നല്ല ബന്ധത്തിലാണ്. അത്യാവശ്യം അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ നടപ്പാക്കി വരുന്നുണ്ട്. പക്ഷെ കോൺഗ്രസ് വന്നാൽ ഇതേപോലെ ബന്ധം ഊഷ്മളമായി പോകണമെന്നില്ല. കാരണം കോൺഗ്രസിന് അവർക്ക് നാഷണൽ ലെവലിൽ അവരെടുക്കുന്ന ഒരു നിലപാടുണ്ട്, രാഹുൽ ഗാന്ധി എടുക്കുന്ന ചേട്ടാ, നിലപാടുണ്ട്. ആ നിലപാട് അതിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഞാനൊരു പോയിന്റ് മറന്നുപോയി. ഇപ്പൊ കർണാടകയിൽ ഈ BJP സർക്കാർ പോയിട്ട് നമ്മുടെ സിദ്ധരാമയ്യ സർക്കാർ കയറിയപ്പോ BJPയുടെ അജണ്ടകളൊന്നും അവിടെ നടപ്പിലാകുന്നില്ല, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അവിടെ നടപ്പിലാക്കാൻ. ഇപ്പൊ ഒരു റെയ്ഡിന് വന്നാൽ പോലും കർണാടകയിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കർണാടക സർക്കാർ, കോൺഗ്രസ് സർക്കാർ ചാടിക്കയറി നെഞ്ചു പിടിച്ച് മുമ്പിൽ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിപ്പോ അന്യായത്തിനായിരുന്നാലും ശരി, ന്യായത്തിനായിരുന്നാലും ശരി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. അവിടെ ഭരിച്ചു മുടിക്കുകയാണ് എന്നുള്ളത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ കേരളത്തിൽ നോക്കിയേ, കേരളത്തിൽ നരേന്ദ്രമോദി വിചാരിക്കുന്ന സകല കാര്യങ്ങളും നടക്കുന്നുണ്ട്. റെയ്ഡ് വേണോ, വന്നോളൂ, റെയ്ഡ് ചെയ്തോളൂ, കേരള പോലീസ് കണ്ണടച്ച് അങ്ങോട്ട് മാറി നിൽക്കും. എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, ആരെ വേണമെങ്കിലും പൊക്കിക്കൊണ്ട് പൊക്കോളൂ, എടുത്തോളൂ, SDPI ഓഫീസിൽ വന്ന് നിങ്ങൾ റെയ്ഡ് നടത്തിക്കോളൂ. അതേസമയം ഇവിടെ കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നതെങ്കിൽ നാളെ ഒരു ഏജൻസി ഇവിടെ എത്തുകയാണ്. ഏജൻസി എത്തുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, സത്യം പറഞ്ഞാൽ പിണറായി ഭരിക്കുന്ന അത്രയും സുഗമമായിട്ട് കേന്ദ്രത്തിന് ഇവിടെ റെയ്ഡ് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഈ ജനം ചിന്തിക്കുന്നത് അത് തന്നെയാണ്. കാരണം ഇപ്പൊ കേന്ദ്രമായിട്ട് നല്ല ടൈംസിൽ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ പോകുന്നത്. അവർ പുറമെ പറയുന്നുണ്ട് കേന്ദ്രം തരുന്നില്ല, അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. അവർ ഫണ്ട് എടുത്ത് മറിച്ചു, ആശാ വർക്കർമാരുടെ വന്നത്. അതിപ്പോ മറിച്ചത് തന്നെയാണ്. ഇപ്പൊ പിന്നെ മറിച്ചു എന്ന് പറയാൻ പറ്റും ജനത്തിന്റെ അടുത്ത്? ഇതേ കേന്ദ്രം തന്നതാണ്, അത്യാവശ്യം നമ്മളൊന്നും എടുത്ത് മറിച്ചതാണ്, പക്ഷെ തിരിച്ചു വെക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് ഇവർ സമരം തുടങ്ങി. ഇതാണ് എന്റെ യാഥാർത്ഥ്യം, ഇത്രയും പറയാൻ അവർക്ക് പറ്റില്ല. അപ്പൊ സ്വാഭാവികമായി കേന്ദ്രത്തിന് പഴിചാരിക സ്വാഭാവികം മാത്രമാണ്. ഇതിപ്പോ കേന്ദ്രവുമായി നല്ല ടൈംസിൽ തന്നെയാണ് കേരള സർക്കാർ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ജനവും ചിന്തിക്കും, ഇനിയിപ്പം കോൺഗ്രസ് കയറിയിട്ട് എന്നും കേന്ദ്രമായിട്ട് ഫൈറ്റ് ആയിരിക്കും. അപ്പൊ എന്ത് സംഭവിക്കും? ഉള്ളത് കൂടി കെട്ടില്ല. അതല്ലേ പലയിടത്തും നടക്കുന്നത്. ഇതിനകത്ത് ആകെ അപവാദമായിട്ടുള്ളത് നമ്മുടെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാണ്. അദ്ദേഹം കേന്ദ്രവുമായിട്ട്, അദ്ദേഹം മുൻ JVP-കാരനാണ്, യുവമോർച്ചക്കാരനാണ്. അങ്ങനെയും ചില അപവാദങ്ങളുണ്ട് പുള്ളിയെ കുറിച്ച്. അപ്പൊ അദ്ദേഹം ഈ നരേന്ദ്രമോദിയുമായിട്ട് നല്ല ബന്ധത്തിലാണ്. അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് കർണാടക മിക്കവാറും ഫൈറ്റിലേക്കാണ് കാര്യങ്ങൾ എപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അവര് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളും ഫൈറ്റിലേക്കാണ് പോകുന്നത്. ബംഗാളിലൊന്നും വികസനമേ ഇല്ല. കാരണം മമതാ ബാനർജി എന്തു വന്നാലും കയറി എതിർക്കുന്ന ഒരു ഭരണാധികാരിയാണ്. ഇങ്ങനെയൊക്കെ പോയപ്പോൾ മഹാരാഷ്ട്രയിൽ ഉദവ് ഭരിച്ചപ്പോൾ നമ്മൾ കണ്ടതാണിത്. എന്നും കേന്ദ്രവുമായിട്ട് ഫൈറ്റ്, ഒന്നും നടക്കാത്ത സാഹചര്യം. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമല്ലേ ഇത്? ഇത് പണ്ടാരോ പറഞ്ഞ മുണ്ടുടുത്ത മോദി എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ കഴിയും. കാരണം ഇന്ന് ഡെവലപ്മെന്റ്സ് ആണ് BJP മുമ്പോട്ട് വെക്കുന്ന അവരുടെ ദേശീയ നിലപാട്. ആ നിലപാടിനോട് യോജിച്ച് തന്നെയാണ് പിണറായി വിജയൻ നിൽക്കുന്നത്. പിണറായി വിജയൻ മാത്രമല്ല, സ്റ്റാലിനും ഒത്ത തന്നെ നിൽക്കുന്നത്. സ്റ്റാലിൻ ഹിന്ദി വിരോധം പറഞ്ഞു ഒരു ബഹളം ഉണ്ടാക്കും, മോദി വിരോധം പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. നരേന്ദ്രമോദി 2024 ഏറ്റവും കൂടുതൽ സന്ദർശിച്ച സംസ്ഥാനം തമിഴ്നാടായിരുന്നു. കരുണാനിധിയുടെ
വാർഷികത്തിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിന് ആ വാർഷികം നടക്കുന്ന സോറി ചരമദിനത്തിന് നടക്കുന്ന സമയത്ത് രാജ്നാഥ് സിംഗ് ആണ് വന്നത്. അതിനു മുമ്പ് മോദി പലവട്ടം വന്നിരുന്നു. കുടുംബ സുഹൃത്തിനെ പോലെയാണ് അവർ കൈകാര്യം ചെയ്ത് കൊണ്ടു നടക്കുന്നതൊക്കെ. അപ്പം അവിടെ എന്താണ് 1,60,000 കോടി രൂപയുടെ മെട്രോ പദ്ധതി, രണ്ടാം ഘട്ട മെട്രോ പദ്ധതി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് വികസനം തമിഴ്നാട്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പൊ ഫൈറ്റ് ചെയ്യാൻ പോകാതെ, എന്നാൽ പുറമെ രാഷ്ട്രീയമാണല്ലോ. ഇല്ലെങ്കിൽ പിന്നെ DMKയും BJPയും വ്യത്യാസം ഉണ്ടായില്ല, BJPയും CPM വ്യത്യാസം ഉണ്ടായില്ല. അപ്പം ഐഡിയോളജി പരമായിട്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ ആന്തരികമായിട്ടുള്ള ആ പഴയ ശത്രുത കാര്യങ്ങളൊന്നുമില്ല. നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണല്ലോ എല്ലാവർക്കും വേണ്ടത്. അപ്പൊ BJP ഞങ്ങളാണ് എതിർക്കുന്നത്. അതുകൊണ്ട് തന്നെ DMK അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ DMK എന്നൊരു പാർട്ടിക്ക് എന്ത് പ്രസക്തിയാണുള്ളത്? അവര് ഹിന്ദി വിരോധം പറഞ്ഞത് തന്നെ വന്ന പാർട്ടിയാണ്. അപ്പൊ അവർക്കത് പറഞ്ഞതേ നിലനിൽക്കാൻ പറ്റൂ. BJPയെ എതിർക്കുന്ന പാർട്ടി എന്ന് അവർ പറയുമ്പോൾ അവർ എതിർക്കണ്ടേ പേരിനെങ്കിലും. കേരളത്തിൽ CPMന്റെ ശത്രു അവർ പറഞ്ഞ ഞങ്ങളുടെ ശത്രു BJP ആണ്. അവർക്ക് ഇപ്പോഴും CPM അവരുടെ യഥാർത്ഥ ശത്രു ആരും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസ് ആണോ BJP ആണോ അവരെ ഇപ്പോഴും കറക്റ്റ് പറയുന്നില്ലല്ലോ അവര്. രണ്ടുപേരും അവർ പറയുന്നില്ല. എങ്കിലും അവർ ചിലപ്പോൾ പറയുന്നത് BJP ആണ് ഞങ്ങളുടെ എതിരാളി എന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്കറിയാം അത് അങ്ങനെയല്ല. ആ ഒരു രീതിയിലേക്ക് കാരണം ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ആരും ഇപ്പൊ അന്ധമായ രാഷ്ട്രീയം പിന്തുടരുന്നില്ല. എല്ലാവർക്കും വേണ്ടത് വികസനമാണ്. ആ മുഖ്യമന്ത്രി എന്ത് ചെയ്തു, ആ മന്ത്രി എന്ത് ചെയ്തു, ആ MLA എന്ത് ചെയ്തു, ആ ഒരൊറ്റ ചോദ്യത്തിന് ജനത്തിന് ആൻസർ മതി. അതല്ല നിങ്ങളുടെ ഐഡിയോളജി എന്താണ്. ഈ ഐഡിയോളജി കണ്ട് എത്ര പേരാണ് നമ്മുടെ രാജ്യത്ത് ഓരോ രാഷ്ട്രീയ പാർട്ടി ചേരുന്നത്? BJPയിൽ ഇപ്പൊ ലക്ഷക്കണക്കിന് പേര് ചേരുന്നുണ്ട്. അവരെല്ലാം ഏകാത്മക മാനവികവാദം വായിച്ചിട്ടാണോ, അതോ ഭാരതീയ വിചാരം വായിച്ചിട്ടാണോ അവരെല്ലാം ചേരുന്നത്? അല്ലല്ലോ. ശാഖയിൽ പോയിട്ടാണോ ചേരുന്നത്? അല്ല. അവര് നോക്കുമ്പോൾ നരേന്ദ്രമോദി കൊള്ളാം, അല്പം മൈലേജ് ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്, പുള്ളിയുടെ കൂടെ നിന്നാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റൊന്ന് BJP നേതാക്കൾ ഉത്സാഹം കാണുമ്പോൾ ഇവന്മാരുടെ കൂടെ നിൽക്കാം, കൊള്ളാം, കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പല രീതിയിലാണ് ഒരു പാർട്ടിയിലേക്ക് വരുന്നത്. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല, ആദർശത്തിന്റെ പേരിൽ വന്നവരായിരുന്നു. ഇപ്പൊ അങ്ങനെ ആദർശമല്ല പ്രശ്നം. പകരം അപ്പോഴും നടക്കുന്ന ആ ഡെവലപ്മെന്റ്സും കാര്യങ്ങളും തന്നെയാണ് ഇമ്പോർട്ടന്റ്. അത് പിണറായി വിജയനും ഇതിലേക്ക് CPM വളരെ വൈകിയാണെങ്കിൽ മനസ്സിലായി. ഏതായാലും ഒരു കാര്യത്തിൽ അഭിനന്ദിക്കാൻ കഴിയില്ല. ഈ ജയിൽ പദ്ധതിയൊക്കെ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന പദ്ധതികളാണ്. അത് നടപ്പാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. കാരണം സംസ്ഥാനമാണല്ലോ കേന്ദ്ര പദ്ധതികൾ നടപ്പാക്കേണ്ടത്. അത് ഭംഗിയായി നടപ്പാക്കിയ പിണറായി വിജയനാണ്. നാഷണൽ ഹൈവേ പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ വരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പിണറായി വിജയൻ ഇല്ലായിരുന്നെങ്കിൽ നാഷണൽ ഹൈവേ ഇന്നും മുട്ടിലെഴുതി നടക്കേണ്ടി വന്നേനെ. പാച്ചൊട്ടിച്ചു ഗുണ്ടിലും ഗട്ടറിലും ചാടി വണ്ടി പോകുന്നൊരവസ്ഥ വന്നു. അതിനൊക്കെ പിണറായി വിജയന് തന്നെയാണ് ക്രെഡിറ്റ്. വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന ഉമ്മൻചാണ്ടിയുടെ കാലത്താണെങ്കിൽ പോലും അതിനെ സധൈര്യം നേരിട്ടുകൊണ്ട്, അതായത് സമരങ്ങളും മറ്റ് പ്രതിഷേധങ്ങളും ഒക്കെ സധൈര്യം നേരിട്ടുകൊണ്ട് നടപ്പിൽ വരുത്തിച്ചത് ശ്രീ പിണറായി വിജയൻ തന്നെയാണ്. ഫണ്ട് കേന്ദ്രത്തിന്റെയാണ്. അത് നടപ്പാക്കാൻ ഒരു സർക്കാരിനും കൂടി ഇച്ഛാശക്തി ഇല്ലെങ്കിൽ അത് എവിടെ പോകും? നടപ്പാകില്ല. നമ്മൾ കാണുന്നതാണ് പല സംസ്ഥാനത്തും. ഈ പ്രതിപക്ഷം ഭരിക്കുന്ന പല സംസ്ഥാനത്തും. പശ്ചിമ ബംഗാൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. പഞ്ചാബ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തിനാണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള നാഴിക നാപ്പോട്ടം മോദിയൊക്കെ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? കാശ്മീരിന്റെ വികസനം നടക്കണമെങ്കിൽ കേന്ദ്രമായി ഫൈറ്റിംഗ് പോയാൽ നടക്കില്ലെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അപ്പം ഇനിയിപ്പോ കോൺഗ്രസ് ആണ് നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്നതെങ്കിൽ സ്വാഭാവികമായും BJPയോട് ഈ ഒരു ലൈൻ ആയിരിക്കത്തില്ല, ഫൈറ്റിംഗ് മോഡിലേക്ക് പോകും. ഫൈറ്റിംഗ് മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു ചുക്കും ചുണ്ണാമ്പും നടക്കില്ല. അങ്ങനെ ഒരു പഴയതുപോലെ തന്നെ മതമൗലികവാദ സംഘടനകൾക്കും മറ്റുമൊക്കെ അഴിഞ്ഞാടാൻ ഒരു വേദി ഉണ്ടാക്കി കിട്ടും എന്നുള്ളതാണ് ഒരു വിഷയം. എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള ആ ഒരു സിസ്റ്റം തുടരുക തന്നെയാണ് നല്ലത് എന്ന് ഒരു വലിയ കൂട്ടം ജനം ചിന്തിക്കുന്നുണ്ടെങ്കിൽ മൂന്നാമത് പിണറായി തന്നെ വരും. യാതൊരു ഡൗട്ടും അതിനകത്തില്ല. എന്തായാലും BJP മൂന്നാമത് വരും. ഇല്ല, BJP വരുമെന്ന് ആരും ചിന്തിക്കുന്നില്ല. അത് BJPക്കാർ പോലും ചിന്തിക്കുന്നില്ല. സുരേന്ദ്രൻ പോലും അങ്ങനെ ചിന്തിക്കുന്നു എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പ് 2026 കഴിഞ്ഞിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും BJP അവർക്ക് പ്രതിപക്ഷമാകാൻ പറ്റും ഈ കേരളത്തിൽ. ഒരുപക്ഷെ അപ്പോഴും CPM ഇതേ രീതിയിലാണ്. CPM തന്നെ വീണ്ടും നാലാമതും അവർ അധികാരത്തിൽ വരും. അപ്പോഴത്തേക്കും നമ്മുടെ കേരളം ഏതാണ്ട് കുട്ടിച്ചോറാകും, ബംഗാളിനും ത്രിപുരയും പോലൊക്കെ ആകും. ആ ഒരു ഗ്യാപ്പിലേക്ക് BJP കേരളത്തിൽ ഭരിക്കുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഉണ്ടായില്ല. കോൺഗ്രസ് ഏതാണ്ടൊക്കെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി തന്നെ വലിയ വെടിയും പുകയും ഒക്കെ ആയി ചീറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതാണ് ഇപ്പോഴത്തെ ഞാൻ കാണുന്ന ഇപ്പോഴത്തെ കണ്ടീഷനുള്ള കേരളം. 2026 5 2031 ആകുമ്പോഴത്തേക്കും BJP കേരളത്തിലെ പ്രതിപക്ഷമാകും. ഒരിക്കൽ കൂടി തന്നെ ഇടതുപക്ഷം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതിനുശേഷം ഇവിടെ സംഭവിക്കുന്നത് ബംഗാളിൽ സംഭവിച്ചതുപോലെ ലാൽസലാം പറഞ്ഞുകൊണ്ട് സഖാക്കളൊക്കെ പോകും. കാരണം ഇപ്പൊ തന്നെ അവർ നിൽക്കുന്നത് ഇന്ത്യയുടെ തെക്കേ അറ്റത്താണ്. ഇനി അപ്പുറത്തേക്കില്ല, കടലേ ഉള്ളൂ. ആ കടലിലേക്ക് പോകുന്ന ഒരു കാഴ്ചയായിരിക്കും നമുക്ക് ഇനി കാണാൻ കഴിയും. കാരണം ഇല്ല. പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞ പോലെ CPM എന്നൊരു പാർട്ടി എനിക്ക് വ്യക്തിപരമായി എനിക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ടിയാണ്. കാരണം അവരുടെ നിലപാടുകളും നിലപാടെന്ന് വെച്ചാൽ അവരുടെ പാർട്ടിയുടെ ഐഡിയോളജി ഒക്കെ നല്ല ഐഡിയോളജി ഒക്കെയാണ്. അധസ്ഥിതരുടെയും അടിസ്ഥാന വർഗ്ഗക്കാരുടെയും ഒക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് പ്രാവർത്തികമാക്കുക വലിയ പ്രയാസകരമാണ് എന്നുള്ളതാണ് അവർ തന്നെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ള കാര്യം. ഏതായാലും ഈ രാഷ്ട്രീയ പാർട്ടി കുറച്ചുകൂടെ കരുത്തരായി നിൽക്കട്ടെ, കുറഞ്ഞ പക്ഷം കേരളത്തിലെങ്കിലും നിൽക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. കാരണം
ഇങ്ങനെയുള്ള CPM-ഉം കോൺഗ്രസും ഒക്കെ ഇല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിന് എന്താ ഒരു സുഖമുള്ളത്? ഒരു നമ്മളെ കണക്കുള്ളവർക്ക് വാർത്തയെങ്കിലും കിട്ടണ്ടേ? ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന പ്രസ്താവനകളൊക്കെയാണ് നമുക്ക് അല്പമെങ്കിലും ഒരു ആശ്വാസം നൽകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ AK ബാലൻ ശരിയാ പറഞ്ഞ് ശരിയാ ഇടതുപക്ഷം ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു, ചെങ്കൊടി ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു, ബാലൻ സഖാവ് ചോദിച്ചത് കേട്ടില്ലേ? അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതെ എന്റർടൈൻമെന്റ് ഭയങ്കരമാണ്. ഇപ്പൊ നമ്മള് എന്താണ് കോമഡി കാണുന്ന നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ്. ലോകത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു ഇടതുപക്ഷം ഇല്ലായിരുന്നെങ്കിൽ. അതിന് മുമ്പൊരു അടി അടിച്ചിരുന്നു, കൈരളി ഇല്ലായിരുന്നെങ്കിൽ കൈരളി ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ചില നുറുങ്ങുകൾ ഇവര് വളരെ സീരിയസ് ആയിട്ടാണ് പറയുന്നതെങ്കിൽ വല്ലപ്പോഴും ഒക്കെ മലയാളിക്ക് നേരം പോകാൻ ഇവര് വേണം, ഉണ്ടായേ പറ്റൂ. അങ്ങനെ ഇരിക്കട്ടെ, അത് വലിയ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, അത് പോകുന്ന ഒരു ടീമാണ്, അത് വലിയ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി മുടിയാൻ വേറൊന്നും ഇല്ല കേരളത്തിൽ. പിന്നെ ഇനിയിപ്പോ അടുത്തവർ കയറി കഴിഞ്ഞാൽ പോലും കുടിക്കാനും വേറൊന്നുമില്ല. താങ്ക് യു വിജയ. താങ്ക് യു സോ മച്ച്.